ഞാൻ ഡോക്ടർ ശ്യാമിലി, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. നിങ്ങളുടെ കുട്ടിക്ക് റെക്കറന്റ് ആയിട്ട് ഒരു പനി വരാറുണ്ടോ? യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് അടിവയറ്റിലൊരു വേദനയോ പുകച്ചിലോ പറയുന്നുണ്ടോ? യൂറിൻ ഭയങ്കര ഒഫൻസീവ് ആയിട്ടാണോ പാസ് ചെയ്യുന്നത്? എന്നാൽ ഇത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ മൂലമാണ്. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷന് ശേഷം കുട്ടികൾക്ക് പനി വരാനുള്ള മറ്റൊരു പ്രധാന കാരണം. കുഞ്ഞു കുട്ടികൾക്ക് ഇതിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫീവർ, അല്ലെങ്കിൽ അതിന്റെ കൂടെ പ്രോപ്പർ ആയിട്ട് ഫീഡ് ചെയ്യാതിരിക്കുക, അതിന്റെ കൂടെ മൂത്രം ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു കരച്ചില് കാണിക്കുക എന്നിങ്ങനെയാണ്. ഇനി മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ മൂത്രം ഒഴിക്കുന്ന സമയത്ത് വേദന അല്ലെങ്കിൽ പുകച്ചൽ അനുഭവപ്പെടുക, മൂത്രം ഒഴിക്കുമ്പോൾ അടിവയറ്റിലൊരു വേദന പറയുക, യൂറിൻ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയുക, ഇതിന്റെ കൂടെ വോമിറ്റിംഗ് അല്ലെങ്കിൽ റെക്കറന്റ് ആയിട്ടുള്ള ഫീവർ പോലുള്ള മറ്റ് സിംറ്റംസ് കാണിക്കുക. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാന്ന് വെച്ചാൽ, ഒന്നാമത്തേത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുന്നതാണ്. പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ, എസ്പെഷ്യലി മാൾ അല്ലെങ്കിൽ റെസ്റ്റോറന്റ് പോലുള്ള പബ്ലിക് ടോയ്ലറ്റ് യൂസ് ചെയ്യുമ്പോൾ ഹൈജീനിക് ആണോ എന്നത് ഉറപ്പുവരുത്തുക. റെക്കറന്റ് ആയിട്ട് കോൺസ്റ്റിപ്പേഷൻ വരുന്നത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരാനുള്ള മറ്റൊരു കാരണമാണ്. ജനിക്കുന്ന സമയത്ത് ബ്ലാഡർ അല്ലെങ്കിൽ കിഡ്നി പ്രോബ്ലംസ് ഉള്ള കുട്ടികൾക്കും റെക്കറന്റ് ആയിട്ട് യൂട്ടിഐ വരാറുണ്ട്. കുഞ്ഞു കുട്ടികൾ, എസ്പെഷ്യലി ഗേൾസ്, ബാത്റൂം പോയതിനു ശേഷം ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ട് നിന്ന് ബാക്ക് ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം? ഒന്ന്, ധാരാളം വെള്ളം കുടിച്ചുകൊണ്ടും പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടും കോൺസ്റ്റിപ്പേഷൻ പോലുള്ള അസുഖങ്ങൾക്ക് വേണ്ട ചികിത്സ നൽകിക്കൊണ്ടും നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാം. ഒരു വയസ്സുള്ള കുട്ടികൾക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിംറ്റംസ് കാണിക്കുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു കൺസൾട്ടേഷൻ എടുക്കണം. മുതിർന്ന കുട്ടികൾക്കും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കണ്ടു കഴിഞ്ഞാൽ അതിന് വേണ്ട ചികിത്സ കൊടുക്കേണ്ടതാണ്. ഇത് കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നീട് കിഡ്നിയുടെ ഡെവലപ്മെന്റിന് തന്നെ പ്രോബ്ലം ആകുന്ന രീതിയിലേക്ക് അത് മാറാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ സിംറ്റംസ് കണ്ടാൽ നമ്മൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ട ചികിത്സ നൽകേണ്ടതാണ്.